ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹർമൻ കാർഡിൻ്റെ ഒരു AVR ആണ്. ഇതൊരു യൂസ്ഡ് AVR ആണ്. അതായത് നമുക്കിത് സെയിലിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഹർമൻ കാർഡിൻ്റെ AVR 141 എന്ന് പറയുന്ന ഒരു മോഡലാണ്. നല്ല ക്വാളിറ്റി ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ബജറ്റഡ് ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഇതിന് ഓൺ ഓഫ് സ്വിച്ച് ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുക, അതിനുശേഷം ഇത് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് മാറും. സ്റ്റാൻഡ് ബൈ മോഡിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളത്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെയാണ് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് നോക്കുവാണെങ്കിൽ HDMI 2 ഒപ്റ്റിക്കൽ 1ഉം അതുപോലെ തന്നെ അടുത്തതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് റിമോട്ടിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഈ ആംപ്ലിഫയർ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ലോജിസ്റ്റിക് 7 പ്രൊലോജിക് 2, മൂവി, ഡോൾവി DTS, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇഷ്ടത്തിലേക്ക്. അതുപോലെ തന്നെ ഡോൾവി പ്രൊലോജിക്, സ്റ്റീരിയോ, 3 സ്പീക്കർ, 2 സ്പീക്കർ. അപ്പോൾ നമുക്കൊരു മൾട്ടി ഫങ്ഷനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു 2.1 ആയിട്ടോ 2 ആയിട്ടോ 4 ആയിട്ടോ അല്ലെങ്കിൽ 5.1 ആയിട്ടോ ഏത് രീതിക്കും നമുക്കിതിലെ സെറ്റിങ്സ് മാറ്റി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡോൾവി പ്രൊലോജിക് 2 മൂവി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിലേക്ക് നോക്കാം. ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളെന്ന് പറ്റി നോക്കുവാണെങ്കിൽ DVD ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 ചാനൽ DVD ഇൻപുട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ ഇൻപുട്ട് വരുന്നുണ്ട്. FM വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ടേപ്പ് വേണമെങ്കിൽ നമുക്കിതിന് കൊടുക്കാം. 6 ചാനൽ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻപുട്ട് ഈ ബ്രാൻഡ് സെറ്റുകളിലൊക്കെ കൂടുതലും വരാറുണ്ട്. അപ്പോൾ അത് 6 ചാനൽ വന്നിട്ടുണ്ട്. പിന്നെ ഓക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇൻപുട്ട് നമ്മൾ കൊടുക്കാൻ സാധിക്കും. അടുത്തിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ HDMI 1 നമുക്കുണ്ട്. HDMI ശരിക്കും ഇതിനകത്തൊരു പാസ് ത്രൂ ആണ്. അതായത് HDMI നമുക്ക് ഇതിനകത്ത് ഓഡിയോ കിട്ടത്തില്ല. അതിൻ്റെ കൂടെ തന്നെ HDMIയുടെ കൂടെ തന്നെ ഒപ്റ്റിക്കലും കൂടെ കൊടുക്കണം. അതായത് ഇവിടെ കാണാൻ സാധിക്കും. HDMI 1 പ്ലസ് ഒപ്റ്റിക്കൽ കൊടുക്കുക, അല്ലെങ്കിൽ HDMI 2 പ്ലസ് ഒപ്റ്റിക്കൽ കൊടുക്കുക. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഇതിലേക്കൊരു മൈക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെയായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കൊയാക്സിൽ ഇൻപുട്ടുണ്ട്, ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അടുത്തതിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഒരു സ്റ്റീരിയോ ഇൻപുട്ടും കൊണ്ട് നമുക്ക് അടുത്ത ഒരു ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും നമുക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റീരിയോ ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻപുട്ടുകൾ ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നോബ് വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെയാണ് ഈ റൈറ്റ് സൈഡിലുള്ള നോബ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വോളിയത്തിൽ തന്നെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. 5 ചാനലും വർക്കിംഗ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണ് നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൂട്ടവും കുറയ്ക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള സ്വിച്ചിനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ FM വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ FM ആൻറ്റിനയുടെ കണക്ഷൻസൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് DVDയുടെയും CD-യുടെ സ്റ്റീരിയോ ഇൻപുട്ടുകൾ, അതുപോലെ തന്നെ സ്റ്റീരിയോ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 6 ചാനൽ ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഡീകോഡറൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് സബ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കൊയാക്സിൽ ഔട്ടുണ്ട്, കൊയാക്സിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. 2 ഒപ്റ്റിക്കൽ ഇൻപുട്ടും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടും ഒരു HDMIയും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മേലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 3 HDMI ഇൻപുട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. HDMI 1, 2, 3 എന്നുള്ള രീതിക്ക്.
HDMI ശരിക്കും പാസ് ത്രൂ ആണ്. HDMI കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒപ്റ്റിക്കലും കൂടെ കൊടുത്താലാണ് നിങ്ങൾക്ക് ഓഡിയോ കിട്ടത്തുള്ളൂ. ആ രീതിയിലാണിത് കൊടുക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കൊയാക്സിൽ ഔട്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട് ആണ്. ഹർമൻ കാർഡിൻ്റെ 141 എന്ന് പറയുന്ന ഒരു മോഡലാണ്. പിന്നെ 6 ചാനൽ ഓഡിയോ ഔട്ട്, ഇതിൻ്റെ കൂടെ 5 ചാനൽ ഓഡിയോ ഔട്ട് ഉണ്ട്. പിന്നെ സബിന് വേണ്ടിയായിട്ട് സബ് പ്രീ ഔട്ടാണ് വരുന്നത്. ഇനി അടുത്തതിൻ്റെ റിമോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന റിമോട്ടും ഫുള്ളി ഫങ്ഷനിലാണ്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു റിമോട്ടാണ്. ഇതിനകത്തും കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് AVR, DVD, HDMI 1, HDMI 2, ഓക്സ് 3 ഓക്സ് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ അകത്ത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഡോൾവി സറൗണ്ടിങ്, ഡോൾവി DTS X, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ AVRൽ വരുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു AVR ആണ്. നമ്മൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഒരു പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. കുറേ പേര് നമ്മുടെ യൂസ്ഡ് AVR ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാണിക്കാൻ തന്നെ കാരണം. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.